നമ്മൾ പൊക്കാര എത്തി കേട്ടോ. നേപ്പാളിലെ സെൻട്രൽ സിറ്റിയാണ് പൊക്കാര. പ്യുവ ലേക്കിൻ്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നതാണ്. ഈ പ്യുവ ലേക്ക് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ റൂം എടുത്ത സ്ഥലത്ത് നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് എൻ്റെ ബാക്കിൽ കാണാം. ആ ഐലൻഡിലാണ് ഈ എല്ലാവരും ഈ തോണി എടുത്ത് പോകുന്നത്. അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് ആ സൈഡിൽ നിന്ന് ബോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ആസ് എ ടൂറിസ്റ്റുകൾക്ക് ലേക്ക് കറങ്ങാം. പിന്നെ നമുക്ക് തന്നെ തുഴയാട്ടോ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ തോണിയുടെ ആൾ വരും നമ്മളെ കൂടെ തുഴയാൻ. 710 നേപ്പാളി റുപ്പീസാണ് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത്, ജസ്റ്റ് 1 അവറിലേക്ക്. അതിനി നമ്മൾ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അതായത് ഫുൾ ഡേ നമുക്ക് വേണമെങ്കിൽ ഈ സിറ്റിയിൽ ഈ തോണി എടുത്തിട്ട് കറങ്ങാം. കാരണം ഫുൾ സിറ്റി ത്രൂ ഔട്ട് ഈ ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് 2500 എന്നാണ് പറയുന്നത്. അതാണ് മാക്സിമം റേറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പൊക്കാര കാഴ്ചകളിലേക്കാണ് ഇനി എല്ലാവരും വരുന്നത്. അപ്പോൾ പൊക്കാര കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെയാണ്. ഇതിന് വരുന്ന കോസ്റ്റ് നമ്മൾ ആദ്യം ലൈഫ് ജാക്കറ്റ് എടുക്കാം. ലൈഫ് ജാക്കറ്റിന് ഒരു 10 നേപ്പാളി. അത് കഴിഞ്ഞാൽ ഈ ബോട്ടിലെ പേയ്മെന്റ് ഇവിടെ തന്നെ കൊടുക്കേണ്ടത്, ഡ്രൈവർക്ക് കൊടുക്കേണ്ടത് 105. 105 രൂപ ഒരാൾക്ക്. അപ്പോൾ പ്ലസ് ഇതും കൂടെ അടക്കം 115 രൂപയാണ് ഒരാൾക്ക്. നേപ്പാളി 115 ഒരാൾക്ക് വരുന്ന കോസ്റ്റ് കേട്ടോ. ഇത് ഈ ബാക്കിൽ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഐലൻഡിലേക്ക് പോകാനുള്ള കോസ്റ്റാണ് വരുന്നത്. ഞാനാണ് ഏറ്റവും അറ്റത്ത്, കണ്ടോ, ഏറ്റവും അറ്റത്ത് ഞാനായിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഈ ബാക്കിലുള്ള ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ലേക്കിലൂടെ അത്യാവശ്യം സ്പീഡ് ഉണ്ട് അല്ലേ? ഇപ്പോൾ കയറിയിട്ടല്ലേ ഉള്ളൂ. നോക്ക്, നല്ല സൂപ്പർ കാഴ്ചകൾ കാണണമെങ്കിൽ നോക്കൂ. കണ്ടോ, വളരെ ചെറിയൊരു ഐലൻഡാണ് കേട്ടോ. ആകെ ഈ ഒരു അമ്പലത്തിൻ്റെ പൂജാ സ്റ്റോറ്, പിന്നെ കുറച്ച് മണ്ഡപങ്ങൾ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രാവിനെ ഫീഡ് ചെയ്യിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐലൻഡിൽ. മെയിൻലി ഈ അമ്പലം തന്നെയാണ് ഈ ഐലൻഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഘടകം. 2 സ്റ്റോറി പഗോഡ കണ്ടില്ലേ? പിന്നെ ഇതിന് ചുറ്റും ആളുകൾ ബോട്ടിങ് ചെയ്യുന്നതും എല്ലാം കാണാം. കണ്ടോ? രണ്ടാമത്തെ ദിവസം ഒരു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് സാരംഗോട്ട് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലേക്കുള്ള ഒരു പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 4:30 സമയം. അപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ ഗുഡ് മോർണിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മൾ സൺറൈസ് കാണാൻ വന്നതായിരുന്നു. കണ്ടില്ലേ? നല്ല ബ്യൂട്ടിഫുൾ സൺറൈസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് സൺറൈസ് കണ്ടിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് മൂന്നാർ കുളുക്കുമല, അവിടെ പോയിട്ടിരുന്നു. അത് വേറെ ലെവലായിരുന്നു, ഇത് വേറെ ലെവല്. അപ്പോൾ ഇവിടെ ഇനി അന്നപൂർണ്ണ ക്ലിഫൊക്കെ കാണാം, പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടില്ലേ? ഫുള്ള് മഞ്ഞുകൊണ്ട് മൂടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് ഒരു 25 മിനിറ്റ്സ് ആയിരുന്നു. ഏകദേശം 4 മണിക്ക് എണീറ്റു. ഒരു 4:30 4:45 ആയപ്പോഴത്തേക്ക് എത്തി. പക്ഷേ സൺറൈസ് ലേറ്റായിട്ടാട്ടോ വന്നത്. അത് 5:30 പ്രതീക്ഷിച്ചു, പക്ഷെ ഒരു 5:45 ആയപ്പോഴാണ് വന്നത്. പക്ഷേ കണ്ടില്ലേ?
ഇതായിരുന്നു നമ്മൾ പൊക്കറയിൽ താമസിച്ചിരുന്ന റൂം. 3 ബെഡ് ഉണ്ടായിരുന്നു, അതായത് 3 പേഴ്സൺ റൂമായിരുന്നു. ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ ബാത്റൂം. പിന്നെ ഇവിടെ കിച്ചൺ ഉണ്ട്. ഇവിടെ നല്ല ഹോംലി ഫുഡ് ഇവരുണ്ടാക്കി തരും. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, നോർമൽ റേറ്റ്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ്. ഇവിടെ നമ്മൾ പുറത്ത് ഏത് ഹോട്ടലിൽ ചെന്നാലും നമുക്ക് അത്യാവശ്യം റേറ്റ് വരും. അപ്പോൾ ആ റേറ്റൊക്കെ തന്നെ. പക്ഷേ ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. നമുക്കൊരു ഹോട്ടൽ ഫുഡ് പോലെ തോന്നില്ല. ഈ 2 സിസ്റ്റേഴ്സാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ കിച്ചൺ ഉണ്ട് ഇവിടെ, അവിടെ ഉണ്ടാക്കി അവർ കഴിക്കുന്ന പോലത്തെ ഒരു ഫുഡാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഫുഡാണ്. അപ്പോൾ അതാണ് ഇവിടെ ശരിക്കും പറയണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നിന്ന പോലെ ഒരു 7 ദിവസം 8 ദിവസത്തിനാണ് നമ്മൾ വരുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോൾ കാറിലൊക്കെയാണ് വരുന്നത് വെച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം, അതിലൊരു 2-3 ദിവസം തന്നെ ഡ്രൈവിങ്ങിന് പോകും. അതായത് നമ്മളെ ബോർഡറിൽ നിന്ന് കാഠ്മണ്ഡുവിൽ എത്താൻ ഒരു ദിവസം പോവും, കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയിലേക്കുള്ള ട്രാവൽ ഒരു ദിവസം പോവും, തിരിച്ച് നമുക്ക് പൊക്രയിൽ നിന്ന് നമുക്ക് സിലിഗുരിയിൽ ആണ് നമുക്ക് പോകേണ്ടത്. സിലിഗുരിയിലേക്ക് പോകണമെങ്കിൽ വീണ്ടും ഇതേപോലെ 15 പോകണം. അപ്പോൾ ഒരു 3 ദിവസം എന്തായാലും ബൈ റോഡ് ട്രാവലാണെന്ന് കാണണം. അതിപ്പോൾ ബസ്സിലായാലും എങ്ങനെയായാലും. പിന്നെ കാഠ്മണ്ഡുവിൽ നിന്ന് പൊക്രയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ഹാഫ് അവറിൽ എത്താവുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെയും കുറച്ച് ലാഭമുണ്ട് കേട്ടോ, ഡേയ്സ്. അതല്ലെങ്കിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ പൊക്രയിൽ വന്നപ്പോൾ നമുക്ക് സ്തൂപ കാണാൻ പോയി. പിന്നെ ഇന്നിപ്പോൾ ഇന്നലെ നമ്മൾ ലേക്കിൽ ബോട്ടിങ്ങിന് പോയി. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മോർണിംഗ് സൺറൈസ് കാണാൻ പോയി. ഇപ്പം നേരെ ഇവിടെ കേവ്സ് ഉണ്ട്, കേവ്സ് കാണാൻ പോകുന്നു. അങ്ങനെ ഒരു 4-5 എണ്ണയെ 2 ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതെല്ലാം ഒരു 3-4 ദിവസമൊക്കെ നിന്നിട്ടാണെങ്കിൽ എല്ലാം കവർ ചെയ്യാം, വിശദമായിട്ട് കാണാം കേട്ടോ. സോ നമ്മളിതാ ഇപ്പോൾ എവിടെ എത്തിച്ചാൽ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് 2 ഗുഹയാണ് ഇവിടെ കാണാനുള്ളത് പൊക്കറയിൽ. പൊക്ര എന്ന് പറഞ്ഞാൽ നേപ്പാളിൻ്റെ സെൻട്രൽ സിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. 2 ഗുഹ എന്ന് പറയുന്നത്, ഒന്ന് മഹേന്ദ്ര ഗുഹയും പിന്നൊന്ന് ബാറ്റ് ഗുഹയും. ബാറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റ് കേവ്, നമ്മുടെ വവ്വാലില്ലേ, വവ്വാലിൻ്റെ ഒരു ഗുഹയാണ് കാണാനുള്ളത്. നമ്മളിപ്പോൾ ഈ ഗുഹയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെപ്പ് ഉണ്ട്, കാരണം നമുക്കിത് താഴെ അവിടെയാണ് എത്തേണ്ടത് കേട്ടോ. തീരെ വെളിച്ചില്ല എന്നാണ് പറയുന്നത്. ഇത് ഏകദേശം 200 മീറ്ററാണ് ഗുഹ ഉള്ളത്. അതിൽ ആദ്യത്തെ 100 മീറ്റർ കുഴപ്പമില്ല, നമുക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ടുള്ള 100 മീറ്ററിൽ കയറാൻ കുറച്ച് പ്രയാസമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ വെളിച്ചില്ല എന്ന് കേട്ടു. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഈ ഹൈറ്റിലെത്തി. ടച്ച് ചെയ്യാനൊന്നും കിട്ടൂല. പക്ഷെ അജ്മൽ ഇപ്പോൾ കൃഷ്ണൻ ഗോവർദ്ധനം പൊക്കിയ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറി ഇപ്പോൾ ഒരു ഗുഹേൻ്റെ അകത്ത് ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇവിടെ ഒരു വിനായക പ്രതിഷ്ഠ ഉണ്ടാകും. ശിവൻ മാത്രമല്ല, ഇതൊരു വിനായക പ്രതിഷ്ഠ. അത് പറയുന്നത് ഇവരുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഉള്ളോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ 2015 മുമ്പ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. 1934 സംശയമുണ്ട്. അന്ന് നമ്മൾ വായിച്ചിരുന്നില്ലേ കാഠ്മണ്ഡു പോയപ്പോൾ. അപ്പോൾ ആ സമയത്ത് ഭൂകമ്പം വന്നപ്പോൾ ആ 100 മീറ്റേഴ്സിലേക്കുള്ള വഴി അടഞ്ഞുപോയി. സോ അത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആയെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെ മേലെ ശിവലിംഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ മിസ് ചെയ്തു. ഒരു ചെറിയ പാമ്പ്, ചെറിയ പാമ്പാണ്. തല ട്രയാങ്കിൾ ഷേപ്പാണ്. ഇത് ഇവർ പേടിച്ച് ചാടി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ താഴെ കൂടെ ഒരു ചെറിയ പാമ്പ് എവിടെയുണ്ട് കണ്ടോ? കണ്ട കണ്ട. സോ ഇനി ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ലൈറ്റ് അടിച്ച് കിടക്കാം. ഇതിലൊക്കെ ഉണ്ട്. ഈ ഗുഹേൻ്റെ അകത്ത് ഇപ്പം തന്നെ നമ്മൾ 2 പാമ്പും കുട്ടികളെ കണ്ടു. പിന്നെ വവ്വാലുകളും ഉണ്ട്. സോ ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ
നമ്മളിതാ ഗുഹ കണ്ടു, പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വവ്വാലിൻ്റെ ഗുഹ, ബാറ്റ് കേവ്. 10 മിനിറ്റേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ പുറത്തിറങ്ങി കാറിൽ തന്നെ പോകണം. അപ്പോൾ ഈ ഗുഹ ഇത്രയേ ഉള്ളൂ. ഈ ഗുഹ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഗുഹ കാണാം. ഇത് ചുമരിലും സീലിങ്ങിലൊക്കെ 100 കണക്കിന് വവ്വാലുകളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എമർജൻസി ലൈറ്റ് തരും. ഇത് കൂടാണ്ട് നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ചേടായിങ് നമ്മൾ മാസ്ക് ഇടും. കാരണം നമ്മുടെ നിപ്പ, ഇവിടെ നിപ്പ ഉണ്ടോയെന്നറിയില്ല, പക്ഷേ വവ്വാലെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം നിപ്പയാണല്ലോ ഓർമ്മ. അതുകൊണ്ട് ഈ ഗുഹേൻ്റെ അകത്ത് നമ്മൾ മാസ്ക് വെച്ചിട്ടേ കയറുള്ളൂ. അജ്മൽ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനും വെക്കും. എന്നിട്ട് നമുക്കുള്ളിൽ പോയി നോക്കാം. നമ്മളെ കുനിഞ്ഞ ഓക്കെ. അപ്പോൾ നമ്മൾ ഇതാ ഈ കേവിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ തിരിച്ച് പുറത്തെത്തി. ഈ കേവ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഹോഴ്സ് ഷൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനത്തിൽപ്പെട്ട വവ്വാലുകളാണ്. കുറേ ചെറിയ വവ്വാലുകളുടെ കൂട്ടം അവിടെ ഫുള്ള് നമുക്ക് കാണാം. പിന്നെ ഒരുപാട് ഉള്ളോട്ട് കയറി പോകണം, കുനിഞ്ഞും മറിഞ്ഞൊക്കെ കയറി പോകണം. ഒരു അഡ്വഞ്ചർ ഗുഹയാണ്. പക്ഷേ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഫോട്ടോ എത്രത്തോളം പറ്റുന്നു പോസിബിൾ അല്ല. പക്ഷേ ഇതൊരു നമ്മുടെ ഈ മഹേന്ദ്ര ഗുഹേൻ്റെ അടുത്ത് വന്ന തൊട്ടടുത്ത് തന്നെയുള്ള ഗുഹയാണ്. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഗുഹയാണ്. നമ്മുടെ മൂന്നാമത്തെ ഗുഹയിലേക്കാണ് വന്നത്. ഇതാണ് ഗുപ്തേശ്വർ മഹാദേവ് ഗുഹ. 2950 മീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഫുള്ളൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അത് അലൗഡ് ആണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും കയറാൻ പോകണം. ഇതേപോലെ നല്ല കറങ്ങി ഇറങ്ങുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഗുഹ കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ ചെമ്പിളുണ്ട്. പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ അതൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പൊക്കെ വെച്ചാൽ ചില ഏരിയ ഭയങ്കര നേരോ ആണ് കേട്ടോ. ചില ഏരിയ ഭയങ്കര നേരോ ആണ്. നമുക്ക് കുനിഞ്ഞ് തന്നെ പോകണം. പിന്നെ അത് ഇവിടെയൊക്കെ വെള്ളമാണ്. നമ്മൾ പതുക്കെ പിടിച്ച് പോയില്ലെങ്കിൽ നമ്മൾ താഴെ എത്തും. ഓക്കെ, ഇപ്പം നമ്മൾ വേറൊരു സെക്ഷനിലെത്തിയേ. ഇതാ ഏതൊരു ടണലിൻ്റെ അകത്ത് കയറിയ പോലെ ഉണ്ടോ, ഒരു സുരംഗപാതേൻ്റെ ഉള്ളിൽ കയറിയ പോലെ ഉണ്ടോ.
ഒരു ശരിക്കും നമുക്കൊരു വാട്ടർഫോളിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേലെ ആർട്ട് ഷേപ്പിൽ ഒരു ടണൽ പോലെ വെച്ചിരിക്കുന്നത് എന്താ അറിയോ? ഈ ബീം കം പില്ലർ എല്ലായിടത്തും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഗുഹേനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് കൊണ്ട്. അപ്പം നമ്മൾ കേവിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടോ, വല്ലാത്തൊരു വലിയ കേവായിപ്പോയി. തീരെ പ്രതീക്ഷിച്ചില്ല, ഇത്രയും വലിയൊരു കേവ് പ്രതീക്ഷിച്ചില്ല. ഫുൾ വളരെ സെറ്റപ്പായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലസ് ആ വാട്ടർഫോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. സോ അതന്നെയാണ് ആ ഗുഹയിൽ പോകുന്നതിൻ്റെ ഹൈലൈറ്റ്.